നമസ്കാരം. ഒരു മനുഷ്യൻ കുറ്റം ചെയ്താൽ നിയമം ശിക്ഷിക്കും. ആ ശിക്ഷ അനുഭവിക്കാനാണ് ജയിലിലേക്ക് അയക്കുന്നത്. എന്നാൽ ജയിലിന്റെ ഇരുമ്പഴികൾക്കുള്ളിൽ കിടക്കുന്ന ഒരാൾക്ക് സമൂഹത്തിന്റെ പണം കൊണ്ട് മികച്ച ഭക്ഷണവും ചികിത്സയും സൗകര്യങ്ങളും നൽകുന്നത് എത്രത്തോളം ന്യായമാണ്? ഈ ചോദ്യം പലപ്പോഴും സാധാരണ മനുഷ്യന്റെ മനസ്സിൽ ഉയരാറുണ്ട്. കൊടിയ കുറ്റങ്ങൾ ചെയ്തവരുടെ വാർത്തകൾ കേൾക്കുമ്പോൾ ഇരകളുടെ കുടുംബങ്ങൾ അനുഭവിച്ച വേദനയും നഷ്ടപ്പെട്ട ജീവിതങ്ങളും ഓർക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അതിനിടയിൽ വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞിട്ടും പുറത്തു വരുമ്പോൾ തടിച്ചുകൊടുത്ത ശരീരവുമായി നിൽക്കുന്ന കുറ്റവാളികളെ കാണുമ്പോൾ ഇവർക്ക് എന്തിനാണ് ഇത്രയും പരിചരണം എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയരാം. ഗോവിന്ദചാമിയെയും ജോളിയെയും പോലുള്ള ഗുരുതര കുറ്റങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരെ കുറിച്ചുള്ള പൊതുചർച്ചകളിലും ഇത്തരം വികാരങ്ങൾ പലപ്പോഴും ആളിക്കത്താറുണ്ട്. കുറ്റം ചെയ്ത ഒരാൾക്ക് ശിക്ഷ നൽകുക എന്നതിന്റെ അർത്ഥം സമൂഹത്തോട് അയാൾ ചെയ്ത തെറ്റിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുക എന്നതുകൂടിയാണ്. ജയിൽ ഒരു ഹോട്ടലല്ല, ശിക്ഷ അനുഭവിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ തടവുകാർക്ക് നൽകുന്ന ഭക്ഷണവും സൗകര്യങ്ങളും സംബന്ധിച്ച് സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും തെറ്റല്ല. നികുതി പണം നൽകുന്ന സാധാരണക്കാരൻ സ്വയം പലപ്പോഴും ജീവിത ചെലവുമായി പൊരുതുമ്പോൾ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് സർക്കാർ ചെലവിൽ ഭക്ഷണം, ചികിത്സ, സുരക്ഷ, മറ്റ് സൗകര്യങ്ങൾ എന്നിവ നൽകുന്നതിന്റെ പരിധി എവിടെയാണ് എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. എന്നാൽ ഇത്തരം തുടർച്ചയായ ആരോപണങ്ങൾക്കു ശേഷം ജയിലിലെ തീറ്റയും കുടിയും വെട്ടിക്കുറയ്ക്കാൻ പോവുകയാണ് സർക്കാർ. സംസ്ഥാന ജയിലുകളിലെ സുരക്ഷയിലും ഭക്ഷണക്രമത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ജയിൽ മേധാവി DGP S. ശ്രീജിത്ത് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ആഡംബര ഭക്ഷണം എന്നതിനേക്കാൾ തടവുകാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഭക്ഷണം നൽകാനാണ് ഇനി തീരുമാനം. ജയിൽ സുരക്ഷയ്ക്കായി AI പോലുള്ള ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായം കൂടുതൽ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഡംബര ഭക്ഷണം നൽകുന്നതിനേക്കാൾ ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന ഭക്ഷണക്രമം നടപ്പാക്കാനാണ് തീരുമാനം. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ 869 തടവുകാരിൽ 265 പേർ മാനസിക രോഗങ്ങൾക്കും 15 പേർ HIV ബാധയ്ക്കും 18 പേർ TB തുടങ്ങിയ അസുഖങ്ങൾക്കും ചികിത്സ തേടുന്നവരാണ്. 88 പേർ നിത്യവും മരുന്ന് കഴിച്ചില്ല എങ്കിൽ ജീവൻ അപകടത്തിലാകുന്നവരാണ്. ഇവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന പോഷകാഹാരം നൽകുന്നത് വഴി സർക്കാരിന്റെ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സാധിക്കും. മട്ടൻ പോലുള്ള റെഡ് മീറ്റുകൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ദുർമേധസ്സിനും കാരണമാകുന്നതിനാലും വില കൂടുതലായതിനാലും അവ ഒഴിവാക്കി ശരീരത്തിന് ദോഷം വരാത്തതും സാമ്പത്തികമായി ലാഭകരവുമായ ഭക്ഷണ രീതികൾ നടപ്പാക്കാനാണ് ശ്രമമെന്നും DGP പറഞ്ഞു. ജയിൽ സുരക്ഷയ്ക്കായി ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായം കൂടുതൽ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. വിയ്യൂർ ജയിലിൽ ഇതിനോടകം ഡ്രോൺ നിരീക്ഷണം പരീക്ഷിച്ചു കഴിഞ്ഞു. CCTV ദൃശ്യങ്ങൾ ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും നേരിട്ട് നിരീക്ഷിക്കുന്നതിന് പകരം AI ഉപയോഗിച്ച് ക്രിട്ടിക്കൽ ഇൻസിഡന്റുകൾ കണ്ടെത്താനുള്ള സംവിധാനം ഏർപ്പെടുത്തും. ജയിലിനുള്ളിൽ കത്തി പോലുള്ള ആയുധങ്ങൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള കൂട്ടം ചേരലുകൾ ഉണ്ടാവുകയോ ചെയ്താൽ സിസ്റ്റം തന്നെ ഉടൻ ഉദ്യോഗസ്ഥർക്ക് അലർട്ടുകൾ നൽകും. സുരക്ഷാ കാര്യങ്ങൾ സാങ്കേതിക വിദ്യയ്ക്ക് വിട്ടു നൽകുന്നതിലൂടെ ഉദ്യോഗസ്ഥരുടെ സേവനം പൂർണ്ണമായും തടവുകാരുടെ മാനസിക പരിവർത്തനത്തിനായി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും DGP പറഞ്ഞു. തടവുകാരെ കേവലം പൂട്ടിയിടുക എന്നതിന് പകരം അവരുടെ വികാരങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുകയും സ്വഭാവ രൂപവൽക്കരണം നടത്തുകയും ചെയ്യുന്ന കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളായി ജയിലുകൾ മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. ജയിലിലെത്തുന്ന ഒരാളെ ആദ്യ ആഴ്ചയിൽ തന്നെ കൃത്യമായി വിലയിരുത്തി അയാളുടെ ശിക്ഷാ കാലാവധി തീരുന്നതുവരെയുള്ള ഓരോ ദിവസവും അയാൾ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്ന രീതി നടപ്പാക്കണം. തടവുകാരെ ശിക്ഷാ കാലാവധിക്കു ശേഷം സമൂഹത്തിന് ഉപകാരപ്രദമായ നല്ല പൗരന്മാരാക്കി മാറ്റുന്നതിൽ ഇത്തരം കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിനൊപ്പം മറ്റൊരു യാഥാർത്ഥ്യം കൂടി മറക്കാനാവില്ല. ശിക്ഷ എന്നത് വിശപ്പ് കൊണ്ട് കൊല്ലലല്ല. തടവുകാരന് നിയമം നിശ്ചയിച്ച അടിസ്ഥാന ഭക്ഷണവും ചികിത്സയും നിഷേധിക്കുന്നത് ശിക്ഷയുടെ ഭാഗമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തീറ്റിപ്പോറ്റേണ്ട ബാധ്യത സർക്കാരിനില്ല എന്ന വികാരം പൊതുസമൂഹത്തിൽ ഉയരുമ്പോഴും അത് നിയമപരവും മാനുഷികവുമായ പരിധിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എങ്കിലും ഒരു ചോദ്യം അവശേഷിക്കുന്നു. തടവുകാരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുമ്പോൾ ഇരകളുടെ കുടുംബങ്ങളുടെ വികാരങ്ങൾക്ക് എത്രമാത്രം പരിഗണന ലഭിക്കുന്നു? ശിക്ഷിക്കപ്പെട്ടവന് ജീവിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ആ അവകാശം ഉറപ്പാക്കുമ്പോൾ കുറ്റത്തിന്റെ ഇരയായ മനുഷ്യന്റെ നഷ്ടവും വേദനയും സമൂഹം മറന്നു പോകരുത്. ജയിലിലെ ഭക്ഷണം വയറു നിറയ്ക്കാനുള്ളതായിരിക്കണം, ശിക്ഷയെ സുഖജീവിതമാക്കി മാറ്റാനുള്ളതാകരുത്. ഇതാണ് ഈ ചർച്ചയുടെ കാതൽ. ജയിൽ മനുഷ്യാവകാശം സംരക്ഷിക്കേണ്ട ഇടമാണ്. പക്ഷേ അതേസമയം നിയമലംഘനത്തിന് നൽകുന്ന ശിക്ഷയുടെ ഗൗരവവും അവിടെ നിലനിൽക്കേണ്ടതു തന്നെയുണ്ട്.